നമ്മൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊബൈൽ സെൻറ്ററിലോ ഒക്കെ പോകും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്കാനറുള്ള ആളുകളെടുത്ത് പോയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യും. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഫോണിനകത്ത് തന്നെ അതിനൊക്കെ ഒരു സൗകര്യമുണ്ട്. വളരെ ഈസിയായിട്ട് ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ മൊബൈൽ ഫോണിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൊട്ടടുത്തുള്ള സ്കാൻ സെൻറ്ററിലേക്ക് പോകുന്നതിന് പകരം ഒരു മൊബൈൽ സെൻറ്ററിലേക്ക് പോയി അതിന് ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യുന്നതിന് പകരം നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. നമ്മൾ ആർക്കാണോ അയക്കേണ്ടതെങ്കിൽ അയാളുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ഫോട്ടോസുകൾ അയച്ചു കൊടുക്കുന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമ്മൾ ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഡോക്യുമെൻ്റ് ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ സ്കാൻ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഓട്ടോ ക്യാപ്ചറുണ്ട്, മാനുവലും ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മാനുവൽ എന്നും ഓട്ടോ ക്യാപ്ചർ എന്നും. അപ്പോൾ നമ്മൾ മാനുവൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിസൾട്ട്, ഈ മെഡിക്കൽ റിസൾട്ട് നമുക്ക് സ്വന്തമായിട്ടൊന്ന് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്യാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഓട്ടോ ക്യാപ്ചർ എന്നുള്ള ഈ രണ്ടാമത്തെ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഓട്ടോമാറ്റിക് ഒന്ന് വെച്ച് കൊടുത്തപ്പോൾ തന്നെ അത് സ്കാൻ ആകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനായി. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മുകളിൽ ഡൺ ബട്ടൺ ഉണ്ട്. ഇനി വേണമെങ്കിൽ കളർ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും ഭാഗം മായ്ച്ച് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ഇത് ആവശ്യമുള്ള ഭാഗം ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം അപ്ലൈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ അയച്ചു കൊടുക്കാം. ഇനി അയാൾക്ക് തന്നെ രണ്ടാമത്തെ ഒരു സ്കാനർ കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ ഒരു പ്ലസ് ബട്ടൺ, ഇത് ക്ലിക്ക് ചെയ്ത് വീണ്ടും അടുത്തത് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ മാനുവലായി ക്യാപ്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് കാണുന്ന മാനുവൽ ഭാഗത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൃത്യമായി വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഡോട്ടിൽ, ഈ വലിയ ഡോട്ടിൽ, ഈ ഫോട്ടോ എടുക്കുന്ന ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം മാത്രം ഇത്തരത്തിൽ സ്കാൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ ഇത്തരത്തിൽ അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇതൊരു PDF ആയിട്ട് തന്നെ ഇത് സെൻഡ് ആവുകയും ചെയ്യും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രത്യേകത. ഒന്നിൽ കൂടുതൽ ഫയലുകൾ നമ്മൾ ഇത്തരത്തിൽ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് PDF ആയിട്ട് തന്നെ, ഒരു സ്കാനർ PDF ആയിട്ട് തന്നെ അയച്ചു കൊടുക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്, ഉപയോഗിച്ച് നോക്കുക. വളരെ നേരത്തെ വന്ന ഫീച്ചറാണ്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോഴും പല ആളുകളും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.